യൂഷ്വലി നമ്മൾ കേൾക്കുന്നതാണ്, ചിലപ്പോൾ ചില പാരന്റ്സ് പറയും, ഇപ്പൊ വീടിന്റെ ഫ്രണ്ടില് അല്ലെങ്കിൽ ചിലയിടത്ത് ഇപ്പൊ സ്കൂളിൽ പോകുന്ന വഴിയിൽ ഒരു മാവ് അല്ല ഒരു മരം ഉണ്ട്, അത് പൂക്കുന്ന ടൈമിൽ മോന്റെ അലർജി കൂടാറുണ്ട്. അല്ലെങ്കിൽ അവൻ യൂഷ്വലി കളിക്കാൻ പോകുന്ന സ്ഥലത്തുള്ള ചില ട്രീസ് അല്ലെങ്കിൽ ഗ്രാസസ് പൂക്കുന്ന ടൈമിൽ അവരുടെ അലർജി കൂടാറുണ്ട്. ഈ അലർജി, പൂമ്പൊടിന്റെ അലർജി ഉണ്ടാക്കുന്നത് മെയിൽ ഗമറ്റോസൈറ്റ്, അതായത് പോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ഗമറ്റോസൈറ്റ് ആണ്. അത് ഇതിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു മെയിൽ ഗമറ്റോസൈറ്റ്, ഈ പോളൻ കാരണമാണ് ഇതിന്റെ അലർജി ഉണ്ടാവുന്നത്. അപ്പൊ ഈ അലർജി എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കറിയണം. അപ്പൊ അതായത് നമ്മൾ ഓരോ ഗ്രാസിന്റെ ആണെങ്കിലും ട്രീസിന്റെ ആണെങ്കിലും ഒക്കെ ഇതിനൊരു പീക്ക് പോളിനേഷൻ ടൈം ഉണ്ടാവും. നമ്മളിപ്പോ ഒരു പെർട്ടിക്കുലർ ഗ്രാസിനായിട്ട് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ട്രീനായിട്ടുള്ള അലർജി ആണെങ്കിൽ, അതിന്റെ പോളൻ കാരണമാണ് അലർജി എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പീക്ക് പോളിനേഷൻ ടൈം ഉണ്ടാവും. ആ ടൈമിൽ നമ്മൾ കൂടുതലായിട്ട് ഔട്ട്ഡോർ ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യുക. സെക്കൻഡ് തിങ് ഇസ് ലൈക്ക് ഏർലി മോർണിംഗ് 5 AM to 10 AM ആണ് പീക്ക് പോളിനേഷൻ ടൈം. ആ ടൈമിൽ നമ്മൾ വിൻഡോസും ഡോർസും ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ദെൻ തേർഡ് വൺ ഇസ് നമ്മൾ പുറത്ത് പോവുകയാണ്, ആ ടൈമിൽ കഴിയുന്നത് മാസ്ക് ആൻഡ് ഗൂഗിൾസ് അത് വെയർ ചെയ്യാൻ നോക്കുക. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒന്ന് ബാത്ത് ചെയ്ത് നമ്മുടെ ഡ്രസ്സ് എല്ലാം ചേഞ്ച് ചെയ്യുക, സോ ദാറ്റ് നമ്മുടെ മേലുള്ള അതുപോലെ തന്നെ ഡ്രസ്സിലൊക്കെ ഉള്ള പോളൻസ് അത് റീബ്രീത്ത് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ ദർ ഇസ് എ പെർമനന്റ് സൊല്യൂഷൻ, ദാറ്റ് ഇസ് ഇമ്മ്യൂണോതെറാപ്പി.